വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഹിന്ദി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് സംവാദ ലേഖൻ, അതായത് ബാത്ത് ചീത്ത്. പക്ഷെ ഏത് സംഭാഷണം വന്നാലും ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതെ എഴുതാൻ സഹായിക്കുന്ന ചില പ്രധാന വേർഡ്സുകളും സെന്റൻസുകളുമാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളൊരു സംഭാഷണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പേരോ അല്ലെങ്കിൽ ഏ എന്ന വാക്കൊക്കെ ഉപയോഗിക്കാം. അതിന് സാധാരണയായി ഹിന്ദിയിൽ അരേ എന്ന വേർഡാണ് ഉപയോഗിക്കാറുള്ളത്. അരേ, ഏ, എടോ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സുനോ, കേൾക്കൂ. നമ്മൾ സംഭാഷണത്തിന്റെ ഇടയിൽ സംസാരത്തിന്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ സമ്മതിക്കേണ്ടി വരുമ്പോൾ അതെ, ശരി, ഷുവർ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതിന് സാധാരണയായി നമ്മൾ ഈ വേർഡ്സുകളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഹാം, അതെ, ടീക്ക് ഹേ, ശരി, ബിൽക്കുൽ, തീർച്ചയായും, ഉറപ്പായും, ഷുവർ, അച്ഛാ, ശരി, ഇതൊക്കെയാണ്. എന്നാൽ ചില കാര്യം സമ്മതിക്കാത്തപ്പോൾ നമ്മൾ എന്ത് പറയും? നഹീം, ഓ നോ, ഐസാ നഹീം, അങ്ങനെയല്ല, മാലൂ നഹീം. നമുക്ക് സംവാദിനിടയിൽ ചില ചോദ്യങ്ങൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഒരാൾ നിങ്ങളോട് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്യോം എന്ന് ചോദിക്കാം. ക്യോം എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ചിഹ്നവും കൊടുക്കുക. അപ്പൊ എന്തിനാണ് പോയത് എന്നൊരു സെന്റൻസ് ഒഴിവാക്കിയിട്ട് ക്യോം എന്ന് മാത്രം കൊടുക്കാം. ഈ രീതിയിൽ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് ക്യോം, എന്തുകൊണ്ട്, എന്തിന് എന്നർത്ഥം കൂടി വരും. ക്യാ, എന്ത്, കഹാം, എവിടെ, കബ്, എപ്പോൾ, കൈസെ, എങ്ങനെ. നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വൺ വേർഡ് ആയിട്ട് പ്രതികരിക്കും. സച്ച്, സത്യമോ, അച്ഛ, ആണോ, അച്ഛ, ശരി എന്ന അർത്ഥം കൂടെ ഉണ്ട്. അച്ഛ എന്ന് എഴുതിയിട്ട് ആശ്ചര്യ ചിഹ്നം കൊടുത്താൽ ആണോ, ശരിയാണോ എന്നൊക്കെ വരാം. വാവ്, വളരെ നല്ലത്. എന്നാൽ സംസാരത്തിനിടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ചില വേർഡ്സുകളാണ് മത്ലബ്. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു, നമുക്കത് മനസ്സിലായില്ല, അപ്പൊ നമുക്ക് മത്ലബ് എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ചിഹ്നം ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താണ് നീ പറഞ്ഞത്, നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെയാണ് വരുന്നത്. ഫിർ, പിന്നെന്ത്, ലേക്കിൻ, പക്ഷേ, തോ, അപ്പോൾ, എന്നാൽ എന്നൊക്കെയാണ് വരുന്നത്. ഈ ചെറിയ വേർഡ്സുകളൊക്കെ സംസാരത്തിനിടയിൽ സാധാരണയായി ഉപയോഗിക്കാറുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകൾ നോക്കാം. ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ എക്സാമിന് ബാത്ത് ചീത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. ക്യാ ഹുവാ, എന്തു പറ്റി, എന്ത് സംഭവിച്ചു. കുച്ച് നെഹിം ടീക്ക് ഹെ, ഒന്നുമില്ല, ശരിയാണ്. നമസ്തേ, ആപ്പ് കൈസേ ഹെ, നമസ്കാരം, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്. നമസ്തേ തും കൈസേ ഹോ, നമസ്തേ, നിനക്ക് സുഖമാണോ. ഇത് ആപ്പ്ന്ന് റെസ്പെക്ട് ചെയ്യേണ്ടവരോട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആപ്പ് കൈസേ ഹൈം എന്നാണ് വരുന്നത്. തും കൈസേ ഹോ, തും വരുമ്പോൾ അവസാനത്തിൽ ഹോ ആണ് ഉപയോഗിക്കുന്നത്. മേം ടീക്ക് ഹും, എനിക്ക് സുഖമാണ്. മേം വരുമ്പോൾ, മേം സബ്ജക്റ്റ് ആയി വരുമ്പോൾ അവസാനം ഹും ആണ് വരേണ്ടത്. ആപ്പ് കഹാം ജാ രഹേ ഹേ, താങ്കൾ എങ്ങോട്ട് പോകുന്നു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു. തും കഹാം ജാ രഹേ ഹോ, നീ എങ്ങോട്ട് പോകുന്നു. ഇവിടെ തും വന്നത് കൊണ്ടാണ് ഹോ വന്നത്. മേം ഗർ ജാ രഹാ ഹും, ഞാൻ വീട്ടിൽ പോകുന്നു. ആപ്പ് ക്യാ കർ രഹേ ഹൈ, നിങ്ങൾ എന്ത് ചെയ്യുന്നു. അവിടെ നമുക്ക് തും ക്യാ കർ രഹേ ഹോ എന്ന് വെച്ചാൽ നീ എന്ത് ചെയ്യുന്നു എന്ന് കൊടുക്കാം. തും ക്യാ കർ രഹേ ഹോ, നീ എന്താണ് ചെയ്യുന്നത്. മേ പഠ് രഹാ ഹും, ഞാൻ പഠിക്കുന്നു. യഹ് ക്യാ ഹെ, ഇത് എന്താണ്. വഹ് ക്യാ ഹെ, അത് എന്താണ്. മുझे സമജ് മേ നഹി ആയ, എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. മുझे നഹീം പത, എനിക്കറിയില്ല. എനിക്കറിയില്ല എന്നതിന് പകരം മുझे മാലൂം നഹീം എന്നും ചേർക്കാം. ഇവയിൽ കുറേ സെന്റൻസ് നിങ്ങൾക്ക് അറിയുന്നതാവാം. എന്നാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സെന്റൻസ് പഠിക്കാൻ പറ്റും. ആപ്കാ നാം ക്യാ ഹെ, താങ്കളുടെ പേരെന്താണ്. ഇവിടെ തുമാരാ നാം ക്യാ ഹെ എന്ന് ചോദിച്ചാൽ നിന്റെ പേരെന്താണ്. മേരാ നാം സതീഷ് ഹെ, മേരാ നാം സുഭാഷ് ഹെ എന്നൊക്കെ എഴുതാം. കിത്തന സമയ ഹുവാ ഹെ, സമയം എത്രയായി, ടൈം എത്രയായി. മേം അഭി ആത്താ ഹും, ഞാൻ ഇപ്പോൾ വരാം. സുനോ, മുझे തുംസെ ഏക് ബാത്ത് കഹനി ഹെ, കേൾക്കൂ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഏക് ബാത്ത്, ഒരു കാര്യം, കഹിനി ഹെ, പറയണം. ക്യാ തുമാരെ പാസ് തോടാ സമയ ഹെ, എന്താ നിനക്ക് കുറച്ച് സമയമുണ്ടോ, ഇത് കേൾക്കാൻ കുറച്ച് സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുമാരാ പാസ് തോടാ സമയ ഹെ, അല്പം സമയമുണ്ടോ. മേ തുംസെ ഏക് സവാൽ പൂച്ചന ചാഹത്താ ഹും, എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇവിടെ സവാൽ ചോദ്യം എന്നതാണ്. എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആജ് തും കഹാം ജാ രഹേ ഹോ, ഇന്ന് നീ എങ്ങോട്ട് പോകുന്നു. തും അഭി ക്യാ കർ രഹേ ഹോ, നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു. അഭി, ഇപ്പോൾ. ആജ് സ്കൂൾ മേം ക്യാ ഹുവാ, ഇന്ന് സ്കൂളിൽ എന്ത് സംഭവിച്ചു. ഇവിടെ ആജ് ഗർ മേം ക്യാ ഹുവാ എന്നാണെങ്കിൽ ഇന്ന് വീട്ടിൽ എന്ത് സംഭവിച്ചു. ക്യാ തും മേരി മദത് കർ സക്തേ ഹോ, നീ എന്നെ സഹായിക്കാമോ. ഇവിടെ താങ്കൾ എന്നെ സഹായിക്കാമോ എന്നത് എങ്ങനെ മാറ്റി എഴുതാം. ക്യാ ആപ്പ് മേരി മദത് കർ സക്തേ ഹൈം, എന്താ താങ്കൾക്ക് എന്നെ സഹായിക്കാമോ. നമ്മൾ ഇവിടെ തന്ന സെന്റൻസുകൾ പഠിക്കുക. ഇതുപോലെ നിങ്ങളുടേതായ ചില യുക്തികളും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭാഷണം വളരെ ഈസി ആവും. ക്യാ ഹം ദോടി ദേർ ബാത്ത് കർ സക്തേ ഹൈ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചാലോ, സംസാരിക്കാമോ. തും കഹാം സെ ആ രഹേ ഹോ, നീ എവിടെ നിന്ന് വരുന്നു.
ആജ് തും ഇത്തനെ ഖുഷ് ക്യോം ഹോ? ഇന്ന് നീ എന്തുകൊണ്ട് ഇത്രത്തോളം സന്തോഷത്തിലാണ്? ഇന്ന് നീ ഇത്ര സന്തോഷമായിരിക്കുന്നത് എന്തുകൊണ്ട്? അത് നമുക്ക് എങ്ങനെ തിരിച്ചു പറയാം? ആജ് തും ഇത്തനെ ദുഃഖി ക്യോം ഹോ? ഇങ്ങനെയും ചോദിക്കാം, നീ എന്തുകൊണ്ടാണ് ഇത്ര ദുഃഖിതയായിരിക്കുന്നത്? ക്യാ തും അഭി ഖാലി ഹോ? നീ ഇപ്പൊ ഫ്രീ ആണോ? മേം തുംസെ സലാഹ് ലേനാ ചാഹ്താ ഹൂം. എനിക്ക് നിന്നോട് കുറച്ച് ഉപദേശം ചോദിക്കാനുണ്ട്. കുറച്ച് നിർദ്ദേശങ്ങൾ ചോദിക്കാനുണ്ട്. സലാഹ് ഉപദേശം, അഡ്വൈസ്. ക്യാ തും മേരെ സാത്ത് ചലോगे? നീ എന്റെ കൂടെ വരുമോ? ദർവാസ ബന്ദ് കരോ, വാതിലടക്കൂ. ജൽദി ആവോ, വേഗം വരൂ. ധീരേ ബോലോ, പതുക്കെ പറയൂ. സച്ച് ബോലോ, സത്യം പറയൂ. സച്ച് ബോലോ, സത്യം പറയൂ. സബ് ടീക്ക് ഹെ, എല്ലാം ശരിയാണ്. കൃപയാ സുനിയെ, ദയവായി കേൾക്കൂ. കൃപയാ, ദയവായി. പ്ലീസ് ലിസൺ എന്നാണ് കേട്ടോ. ജരാ രുക്കോ, ഒന്ന് നിൽക്കൂ. ഇതർ ആവോ, ഇവിടെ വരൂ. ഉദർ ജാവോ, അങ്ങോട്ട് പോകൂ. ചലോ ചൽത്തെ ഹൈ, നമുക്ക് പോവാം. ബഡ് ജാവോ, ഇരിക്കൂ. ഗഡേ ഹോ ജാവോ, എഴുന്നേൽക്കൂ. അരേ സുനോ, ഒന്ന് കേൾക്കൂ. ഏയ് കേൾക്കൂ. നെക്സ്റ്റ്, ഫിർ സേ ബോലോ, വീണ്ടും പറയൂ. ഫിർ സേ ബോലിയെ, വീണ്ടും പറയൂ. നമ്മൾ റെസ്പെക്റ്റോട് കൂടി വീണ്ടും പറയൂ. നമ്മൾ ആപ്പ്, ഇവിടെ ആപ്പാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ തുമ്മാണ്, ഫിർ സേ ബോലോ. കോയി ബാത്ത് നഹി, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ധന്യവാദ്, താങ്ക് യു. മാഫ് കീജിയെ, ക്ഷമിക്കണം. മുച്ചെ ഭൂക്ക് ലഗി ഹെ, എനിക്ക് വിശപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു. മുച്ചെ പ്യാസ് ലഗി ഹെ, എനിക്ക് ദാഹം തോന്നുന്നു. സബ് ലോഗ് യഹാം ആവോ, എല്ലാവരും ഇവിടെ വരൂ. യഹാം ആവോ, ഇവിടെ വരൂ. ലടുക്കെ യഹാം ആവോ, കുട്ടികൾ ഇവിടെ വരൂ. സാഫ് സാഫ് ബോലോ, വ്യക്തമായി പറയൂ, ക്ലിയർ ആയി പറയൂ. സമസ്യ ക്യാ ഹെ, എന്താണ് പ്രശ്നം? സമയ പർ ആവോ, സമയത്ത് വരൂ. സമയ പർ ജാവോ എന്നാണെങ്കിൽ സമയത്ത് പോകൂ. സഹി ജവാബ് ദോ, ശരിയായ ഉത്തരം കൊടുക്കൂ, ശരിയായ മറുപടി കൊടുക്കൂ. സോച്ച്കർ ബതാവുങ്ക, ആലോചിച്ച് പറയണം, ആലോചിച്ച് പറയൂ. സബ് ലോഗ് ഖുഷ് ഹൈ, എല്ലാവരും ഹാപ്പിയാണ്. സബ് ലോഗ് തയ്യാർ ഹൈ, എല്ലാവരും റെഡിയാണ്. സാത്ത് മേം ചലോ, കൂടെ വരൂ, കൂടെ നടക്കൂ. ജരാ സുനോ, ഒന്ന് കേൾക്കൂ. ചിന്താ മത്ത് കരോ, ഭയപ്പെടേണ്ട, ടെൻഷൻ ആവേണ്ട എന്നതൊക്കെയാണ് അർത്ഥം വരുന്നത്. ബഹുത്ത് അച്ഛ, വളരെ നല്ലത്. ഗർ ചലോ, വീട്ടിൽ പോകാം. സ്കൂൾ ചലോ, സ്കൂളിൽ പോകാം. ഹം ദോസ്ത് ഹെ, നമ്മൾ സുഹൃത്തുക്കളാണ്. ഇന്തസാർ കരോ, കാത്തിരിക്കൂ, എന്നെ വെയിറ്റ് ചെയ്യൂ എന്ന് പറയാണ്. രുക്കോ, നിൽക്കൂ. രാസ്ത ദിക്കാവോ, വഴി കാണിക്കൂ. പാനി പിയോ, വെള്ളം കുടിക്കൂ. പഹലെ പടായി കരോ, ആദ്യം പഠിക്കൂ. വഹാ മത്ത് ജാവോ, അങ്ങോട്ട് പോകരുത്. ജരാ മദത് കരോ, ഒന്ന് സഹായിക്കാമോ? ഈ സെന്റൻസുകളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ചെറിയൊരു സംഭാഷണം നോക്കാം. ഈ സെന്റൻസുകളൊക്കെ വെച്ച് എങ്ങനെ ഒരു സംഭാഷണം, ബാത്ചീത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. രാഹുൽ, അരേ സുനോ, തും കഹാം ജാ രഹേ ഹോ? രാഹുൽ, ഏയ് കേൾക്കൂ, നീ എങ്ങോട്ടാ പോകുന്നേ? അമിത്, മേം ലൈബ്രറി ജാ രഹാ ഹും, ഞാൻ ലൈബ്രറിയിലോട്ട് പോകുന്നു. രാഹുൽ, ക്യോ, എന്തിന്, വൈ? ക്യാ തും പഠായി കർ രഹേ ഹോ, എന്താ നീ പഠിക്കുകയാണോ? നീ എന്തിനാണ് പോകുന്നത്? നീ പഠിക്കുകയാണോ? അമിത്, ഹാം അതെ, കൽ പരീക്ഷ ഹെ, നാളെ പരീക്ഷയാണ്. രാഹുൽ, അച്ഛാ ശരി. മേം ബി തുമാരെ സാത്ത് ചലൂങ്ക, ഞാനും നിന്റെ കൂടെ വരാം. അമിത്, ബഹുത്ത് അച്ഛ, വളരെ നല്ലത്. ചലോ, എന്നാൽ നടക്കൂ. സാത്ത് മേം പഠിത്തേ ഹൈ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. രാഹുൽ, പീക്ക് ഹേ, ശരി. ജൽദി ചലോ, വേഗത്തിൽ പോകാം, അല്ലെങ്കിൽ വേഗം നടക്കൂ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അമിത്, ഹാം അതെ. സമയ ബഹുത്ത് കാം ഹെ, സമയം വളരെ കുറവാണ്. രാഹുൽ, ചിന്താമത്ത് കരോ, നീ ടെൻഷൻ അടിക്കേണ്ട. ഹം അച്ചി തരഹ് പഠേങ്ക, നമ്മൾ നല്ല രീതിയിൽ പഠിക്കും. അമിത്, സഹി കഹ, ശരി. ചലോ ചൽത്തെ ഹെ, വാ നമുക്ക് പോകാം. എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് ബാത്ത് ചീത്തൊക്കെ വന്നാൽ ഈ രീതിയിലൊക്കെ നമുക്ക് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.